ഫ്രാൻസ് ഇപ്പോഴാണ് മക്കളെ കാര്യങ്ങളുടെ കടപ്പ് മനസ്സിലായത്. നേരത്തെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി കറക്റ്റായിട്ട് എന്താണെന്നല്ലേ. അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, ഗബ്രിയോട് നമ്മുടെ ജാസ്മിന് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. നേരത്തെ നമുക്കൊക്കെ തോന്നിയതാണ്, പക്ഷെ അത് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്ന് യമുനയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഗബ്രി പോയതിന് ശേഷം ഞാൻ ഒരു നോമിനേഷനും പേടിച്ചിട്ടില്ല, എനിക്ക് ആരെയും പേടിയില്ല, എന്താ പറ്റിയത് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എന്താ സംഭവിച്ചതെന്നും എനിക്കറിയില്ല, എനിക്ക് ആരെയും പേടിയില്ല ചേച്ചി, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പം നമ്മുടെ യമുന പറഞ്ഞ്, ജാസ്മിനെ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് നിന്നോട് പറഞ്ഞു തന്നതല്ലേ, നിനക്ക് നീ അതിൽ നിന്നൊക്കെ മാറി എന്നുള്ള രീതിയിലാണ് യമുന പെരുമാറുന്നത്. എന്നിട്ട് യമുന പറയുന്നുണ്ട്, ജാസ്മിനെ നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തിരുന്ന ജിൻഡ പറയുന്നുണ്ട്, അതല്ല ചേച്ചി, അവർ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പുറത്തിറങ്ങി തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം മുടിയനത് കേൾക്കുന്നു നമ്മുടെ കൃഷി പറയുന്നുണ്ട്, ചേച്ചി ദ ട്രൂ ലവ് എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയത്തില്ല ചേച്ചി എന്താ പ്രശ്നം, എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പം വേറൊന്നുമല്ല മക്കളെ, ജാസ്മിന് ഗബ്രിയോട് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഗബ്രിക്ക് പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഗബ്രിയുടെ ക്യാരക്ടറൊക്കെ നമുക്ക് മനസ്സിലായതാണ്, ഗബ്രിക്ക് അങ്ങോട്ടില്ല. പക്ഷേ ജാസ്മിന് നല്ല പ്രണയമുണ്ട്. പക്ഷേ യമുന പറയുന്നുണ്ട്, നിനക്ക് പുറത്തൊരു ലൈഫുള്ളതാണ്, നീ അത് കളയരുത്, നിനക്ക് ഒരു ജീവിതമുള്ളതാണ്, അല്ലേ ചേച്ചി എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവർ തമ്മിൽ കല്യാണം കഴിക്കുക, അതോ ഇവരുടെ പ്രണയം ജെനുവനാണോ? ഇപ്പം എനിക്ക് തോന്നിയിട്ട് ജാസ്മിൻ ഗബ്രിയോട് പ്രണയമുണ്ട്, നല്ല പ്രണയമുണ്ട് ഗബ്രിയോട്. പക്ഷെ ഗബ്രിക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഗബ്രിക്ക് ഇല്ല എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത്. പക്ഷേ ജാസ്മിന് നല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. ഇനിയിപ്പം ഇതിൽ നിന്ന് മാറണമെങ്കിൽ കുറച്ച് പാടുപെടും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.